ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു പെരുന്നാൾ ദിവസം ഇങ്ങനെ ദഫ് മുട്ടിക്കൊണ്ടിരിക്കെ നബിയുടെ മദ്ഹ് ഗാനം പാടി ദഫ് മുട്ടിക്കൊണ്ടിരിക്കെ അവിടെ പാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയും ഈ സാഹചര്യം കാണാനിടയായ പാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളായ ആയിഷ ബീവിയെ ശകാരിക്കുകയും പെട്ടെന്ന്
കോപിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പെരുമാറിയപ്പോൾ ഈ സന്ദർഭം കാണാനിടയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട അബൂബക്കറെ, ഇന്ന് പെരുന്നാൾ ദിനമല്ലേ, ദഫ്മുട്ടി ആഘോഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച സന്ദർഭങ്ങൾ ഇസ്ലാമിലുണ്ട്. എന്തിനേറെ പറയുമോ, പഴയകാല നമ്മുടെ വീടുകളിലൊക്കെ നാം ഇന്നൊക്കെ ചൊല്ലി തീർക്കുന്ന ഈ മൊയ്‌ദിമാല, അതുപോലെ റിഫാഹി മാലയിലൊക്കെ, റിഫാഹി മാലയിൽ റിഫാഹി ശൈഖ് റളിയല്ലാഹു തആല അൻഹയുടെ ആ ചരിത്രത്തിൽ കാണാൻ പറ്റും. കഅബയുടെ അടുക്കൽ വെച്ച് മഹാനവറുകൾ ഇങ്ങനെ നബിയുടെ മദഹ് ഗാനം പാടി ദഫ് മുട്ടിക്കൊണ്ടിരിക്കെ മക്കയിലെ മുശ്രിക്കീങ്ങളായ ഒരു പറ്റം ജനങ്ങൾ, ഈ കഅബയുടെ അടുത്ത് വെച്ചാണോ താങ്കൾ ദഫ് മുട്ടി പാട്ടുപാടുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യുകയും ആ കഅബയുടെ ഭിത്തിക്കരികിൽ ദഫ് വെച്ച് അദ്ദേഹം, ഇനി ഞാൻ ദഫ് മുട്ടുന്നില്ല എങ്കിൽ ഞാൻ ലോകഗുരു ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മദഹ് ഗാനം ഞാൻ പാടും എന്ന് പറഞ്ഞുകൊണ്ട് കഅബ ഒന്ന് ഇളകട്ടെ എന്ന് മനമുരുകി പറഞ്ഞപ്പോൾ പ്രകൃതി ഒന്നടങ്കം മാറ്റം, കഅബയ്ക്ക് ഒരു ചലനം തന്നെ സൃഷ്ടിച്ചു. ഇത് കാണാൻ ഇടയായ ആ മുശ്രിക്കീങ്ങൾ മഹാനവറുകളോട് മാപ്പ് ചോദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ച് ഖേദിച്ച് മടങ്ങിയ സന്ദർഭം നമ്മുടെ റിഫാഹി മാലയിലൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഇസ്ലാമിൽ മുൻകാല പ്രവാചകന്മാരും നമ്മുടെ ഗുരുക്കന്മാരും പൂർവികന്മാരും ദഫ് കളിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഇസ്ലാമിലുണ്ട്. നാം നിത്യനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഇതിനെ ഒരു മുഖ്യവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് നല്ലവരായ ഈ നാട്ടിലെ ജനങ്ങൾ നമ്മുടെ ഇരണാവ് താലിമുൽ ഇസ്ലാം മദ്രസയിലെ ഈ പിഞ്ചോമന വിദ്യാർത്ഥികളെ നിങ്ങൾ നല്ല തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഈ ദഫ് കളിക്ക് നല്ല നിലയിൽ ജീവൻ വെച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. പ്രത്യേകിച്ചും മാപ്പിളകലകൾ അകന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മർഹൂം മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള മഹാന്മാരെ നെഞ്ചോട് ചേർത്ത് ആ കലകളെ മൺമറിയാതെ സൂക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം നല്ലവരായ നാട്ടുകാരായ നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ.